കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിട ഭാഗം തകർന്നു വീണ സംഭവത്തിൽ ഭരണ സംവിധാനത്തിനുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന് 2013 തന്നെ റിപ്പോർട്ടുണ്ടായിട്ടും വേഗത്തിലുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 12 വർഷമായിട്ടും പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാൻ പോലും നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞില്ല. 2013 കോട്ടയം മെഡിക്കൽ കോളേജിലെ EFG ബ്ലോക്ക് അപകടത്തിലാണെന്ന് PWD വകുപ്പ് തദ്ദേശ വകുപ്പിന് റിപ്പോർട്ട് നൽകുന്നത്. എന്നിട്ടും അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ ഇന്നലെ വരെ ചികിത്സ തുടർന്നു. ഇതിനിടയിൽ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് പല ഏജൻസികളും പഠനം നടത്തി. EFG ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കിൽ മാത്രമാണ് അപകടകരമായ ഒരു അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാത്ത ബ്ലോക്കുകളെ പറ്റി എല്ലാം തന്നെ ഞങ്ങൾ അതിൻ്റെ സുരക്ഷയെപ്പറ്റി പഠനം നടത്തിയിട്ട് പിന്നെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ടൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ പരമാവധി പരിഹരിച്ചു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പുതിയ സർജറി ബ്ലോക്കിന്റെ നിർമ്മാണം ഏകദേശം അന്തിമഘട്ടത്തിലായിരുന്നു. അടുത്ത മാസം ഉദ്ഘാടനം നടത്താനായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നീക്കം. ഒരുപക്ഷെ പുതിയ കെട്ടിടം തുറന്നു കൊടുക്കുന്നതിൽ അല്പം കൂടുതൽ വേഗത ഉണ്ടായിരുന്നുവെങ്കിൽ ബിന്ദു ഇന്ന് നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. ഇന്നലെ ധൃതി പിടിച്ച് വാർഡുകൾ മാറ്റാൻ, രോഗികളെ മാറ്റാൻ ധൃതി പിടിച്ച് ഗവൺമെന്റ് നിർബന്ധിതമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു? ആ കെട്ടിടം സുസജ്ജമായിരുന്നു. ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി അത് നീട്ടിക്കൊണ്ടുപോയി. ഒരിക്കലും സർക്കാരിന് എന്ത് ചെയ്താലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ഇറപ്പേർ വിളിഞ്ചൊലി നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. തകർന്നു വീണ കെട്ടിടത്തിലെ എല്ലാ രോഗികളെയും ഒരുമിച്ച് പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നതായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നേരത്തെയുള്ള വാദം. എന്നാൽ ബിന്ദുവിന്റെ മരണത്തോടെ ഇന്നലെ രാത്രി തന്നെ രോഗികളെ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റി തുടങ്ങി. സർജറിക്കായുള്ള സാധന സാമഗ്രികൾ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റുന്ന ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പുതിയ സർജറി ബ്ലോക്ക് ഇതിനു മുൻപേ രോഗികൾക്കായി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞേനെ. ബിന്ദു ഇന്ന് നമുക്കൊപ്പം ജീവനോടെ ഉണ്ടായേനെ. ഈ സിസ്റ്റമാണ് സാർ പ്രശ്നം. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.